വെൽക്കം ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. നമ്മളിൽ ഭൂരിപക്ഷം ആൾക്കാരും ചായക്കൊപ്പം ബിസ്ക്കറ്റ് കഴിക്കുന്നവരാണ്. അപ്പൊ ചായ ബിസ്ക്കറ്റ് ഒരു കോംബോയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ, ചായക്കൊപ്പം ബിസ്ക്കറ്റ് പഴങ്കഥയായി. ഇപ്പോൾ ബിസ്ക്കറ്റിൽ ചായ ഒഴിച്ച് കഴിക്കുന്നതാണ് ട്രെൻഡ്. ചായയും ബിസ്ക്കറ്റും ഏറ്റവും ജനപ്രിയമായ ഭക്ഷണ കോംബോയിൽ ഒന്നാണ്. നമ്മളിൽ പലരും ഈ ക്ലാസിക്കൽ കോമ്പിനേഷനെ ഇഷ്ടപ്പെടുന്നു. എന്നാൽ ജനപ്രിയവും രുചികരവും എന്നതിലുപരി ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടോ എന്ന് എപ്പോഴെങ്കിലും നാം ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ബിസ്ക്കറ്റുകൾ ചായക്കൊപ്പം കഴിക്കുന്നുണ്ടെങ്കിലും ആളുകൾ കരുതുന്നത്ര അരോചകരമല്ലെന്ന് യാഥാർത്ഥ്യം. പോഷകാഹാര വിദഗ്ധ അമിത ഖദ്രെ തന്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ ചായയും ബിസ്ക്കറ്റും അനാരോഗ്യകരമായ കോമ്പിനേഷൻ ആകുന്നത് എങ്ങനെയെന്നതിനെ കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഒട്ടുമിക്ക ബിസ്ക്കറ്റുകളിലും ഉയർന്ന കൊഴുപ്പും ശുദ്ധീകരിച്ച മാവും അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇവയിൽ നാരുകൾ തീരെ കുറവാണ്. അതിനർത്ഥം ഇവ വെറും ശൂന്യമായ കലോറികൾ വാഗ്ദാനം ചെയ്യുന്നു എന്നതാണ്. അതായത് പ്രോട്ടീൻ, വിറ്റാമിനുകൾ അല്ലെങ്കിൽ ധാതുക്കൾ പോലെയുള്ള കുറഞ്ഞ പോഷകങ്ങളെ ഇവ പ്രദാനം ചെയ്യുന്നുള്ളൂ. എല്ലാ ബിസ്ക്കറ്റുകളും ഒരുപോലെയല്ല നിർമ്മിക്കുന്നത് എന്നതാണ് മറ്റൊരു കാരണം. കൊഴുപ്പ്, പഞ്ചസാര രഹിത, മൈദ രഹിത, പ്രമേഹ സൗഹൃദ എന്നിങ്ങനെ അവകാശവാദങ്ങൾ ഉണ്ടെങ്കിലും പല ബിസ്ക്കറ്റുകളും പലപ്പോഴും കലോറി ഒഴികെ മറ്റൊന്നും നൽകുന്നില്ല. ഇത്തരത്തിൽ വേണ്ടത്ര പോഷണമില്ലാത്ത ഭക്ഷണം തുടർച്ചയായി കഴിക്കുന്നത് നിങ്ങളുടെ ശരീരത്തെ പോഷിപ്പിക്കുന്നത് നഷ്ടപ്പെടുത്തുന്നു. റസ്ക്, ജീര ബിസ്ക്കറ്റുകൾ എന്നിവയുൾപ്പെടെ മിക്ക ബിസ്ക്കറ്റുകളും നാരുകളില്ലാതെ ശുദ്ധീകരിച്ച ഗോതമ്പ് മാവ് അല്ലെങ്കിൽ മൈദ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. മോശം ഫൈബർ കഴിക്കുന്നത് കുട്ടികളിലും മുതിർന്നവരിലും മലബന്ധത്തിന് കാരണമാകുന്നു. ആയതിനാൽ നിങ്ങൾക്ക് വിശക്കുന്നില്ലെങ്കിൽ ചായക്കൊപ്പം ബിസ്ക്കറ്റ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ഒരു ലഘുഭക്ഷണം ആവശ്യമുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ്, അരി വറുത്തത്, റൊട്ടി, സബ്ജി റോൾ, ഒരു കഷ്ണം പഴം എന്നിവ പോലെയുള്ള ആരോഗ്യകരമായ മാർഗങ്ങൾ പരിഗണിക്കേണ്ടതാണ്. അതേസമയം ഈ ഭക്ഷണങ്ങൾ കഴിക്കാൻ ചായ കുടിച്ച് 15 മിനിറ്റ് കാത്തിരിക്കണം. കാരണം ഇവയിലെ ആന്റി ന്യൂട്രിയന്റുകൾ ശരീരത്തിലെ ഇരുമ്പ് ആഗിരണത്തെ ബാധിക്കും. എങ്കിലും ബിസ്ക്കറ്റ് നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതില്ല. ഇടയ്ക്ക് ഒരു ക്രീം ബിസ്ക്കറ്റോ മറ്റോ കഴിക്കാം. എന്നിരുന്നാലും ഇതൊരു ശീലമാക്കരുത്, കാരണം ഇത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ ബാധിക്കും. ചൂടുള്ള ചായയിൽ ബിസ്ക്കറ്റ് മുക്കി കഴിക്കുമ്പോൾ ചായയിൽ പൊട്ടി വീണ ബിസ്ക്കറ്റിൽ നിന്ന് തുടങ്ങുന്നതാണ് മനുഷ്യരുടെ പല നഷ്ടങ്ങളുടെയും കണക്കുകൾ. നല്ല ആഹാരം ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്, മാത്രമല്ല അവകാശവുമാണ്. നമ്മുടെ ആരോഗ്യം നമ്മുടെ കരങ്ങളിലാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.